ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടുവേദനയുടെ കാര്യം പറഞ്ഞു. ഒരുപാട് പേര് ഇപ്പോൾ പല പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം നടുവേദന വരുന്നതുണ്ട്, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നടുവേദന വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും ആ ഒരു നടുവേദന വരുന്നതിന്റെ ഒരു റീസൺ തേയ്മാനം, ചിലപ്പോൾ വൈറ്റമിൻ D3, പല പല റീസൺ ആണ്. ചിലപ്പം മൈൽഡ് ഡിസ്ക് ലാപ്സ്, ചിലപ്പം പ്രഗ്നൻസി വരുമ്പോൾ LSCS നമ്മൾ സ്പൈനൽ അനസ്തേഷ്യ ചെയ്യണവർക്ക് ചിലതായിട്ട് വരാം. അങ്ങനെ അത് പല പല റീസൺ ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ അപ്പോൾ അവിടെ വരാൻ നേരത്ത് അവിടെ ചെറിയ പല റീസൺസും അവിടെ ചെറിയ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കാണും. ഈ ഇൻഫ്ലമേഷൻ എല്ലാം ജയിലിലങ്ങ് കുറയ്ക്കുക. അത് നാനോ ലെവലിലാണ്. കാരണം പറഞ്ഞാൽ ഈ DNA ലെവലിൽ മാറ്റുകയാണ്. പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പം എല്ലാം നമ്മളെ ടിഷ്യൂ ലെവലിൽ മാത്രമേ പറ്റണുള്ളൂ. ഇപ്പം നമ്മൾ DNA ലെവലിൽ, സെല്ലുലാർ ലെവലിലാണ് സെല്ലുലാർ സർജറി എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്പൈനൽ ഇഞ്ചക്ഷൻ ചെയ്ത ആളുകൾക്കായിരുന്നാലും നമുക്ക് പിന്നീട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. കാരണം ഇതിൻ്റെ റൂട്ട് കോസും ഇപ്പം ഒരു പെയിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. പെയിൻ റിസപ്റ്റേഴ്സ് ആണല്ലോ. ആ റിസപ്റ്റേറിനെ തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യും. ഇതെല്ലാം DNA ലെവലിൽ മാനിപ്പുലേഷൻ. DNA ലെവലിലുള്ള ATGs നമ്മൾ സ്പൈറൽ ഹെലിക്സ് തന്നെ അതൊരു അതിനെ കറക്റ്റ് ചെയ്യും. അത് DNA ലെവലിലാണ് പോണത്. DNAക്ക് ഡിഫക്റ്റ് വന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെ DNA കറക്റ്റ് ചെയ്യും. നാനോ ബോട്ട് വന്ന് കറക്റ്റ് ചെയ്യും. ഓരോ DNA അത് കറക്റ്റ് ചെയ്യും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ നാനോ ക്രയോണിക്സ് ആൾക്കാരെ തിരിച്ച് ജീവിപ്പിച്ചുകൊണ്ട് വേണ്ട ഒരു ഏരിയ ഉണ്ടല്ലോ, നാനോ ക്രയോണിക്സ് പുതിയൊരു ഏരിയ. ഇതെന്ന് പറഞ്ഞാൽ DNA ബോട്ട് വന്ന് അത് റീസ്വിച്ചർ ചെയ്യും. അതാണ്. അപ്പൊ അവിടെ കൊടുക്കുന്ന മെഡിസിൻ അത് എവിടെ നിന്നായിരിക്കും? ഈ ഒരു നാനോ ബോട്ടിൽ നിന്ന് മെഡിസിന്റെ ആവശ്യമില്ല, DNA കറക്ഷൻ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ സാധാരണ ഇപ്പം വേണ മെഡിസിനൊക്കെ നമ്മളിപ്പം കഴിക്കുന്ന മെഡിസിനൊക്കെ DNA കറക്ഷന് വേണ്ടിയാണ്. അപ്പോൾ അത്രയുള്ള കറക്ഷൻ വരുന്നില്ല. DNAയിലൊന്നും അത് എത്തുന്ന പോലും ഇല്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് DNA കറക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് എൻ്റെ ലൈഫ് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യണം ചെയ്യുന്നത് നാനോ AI എന്ന് പറയുമ്പോൾ.